കൊല്ലം ശക്തികുളങ്ങരയിൽ നിന്നും 6-ാം തീയതി മത്സ്യബന്ധനത്തിനായി പോയ ബോട്ടാണ് ഇത്തരത്തിൽ കപ്പലുമായി കൂട്ടിയിടിച്ചുള്ള അപകടത്തിൽ പൂർണ്ണമായും തകർന്നത്. 11 തൊഴിലാളികളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ 4 പേർ തമിഴ്നാട് സ്വദേശികളും ബാക്കി 7 പേർ ബംഗാൾ സ്വദേശികളുമാണ്. മലയാളികൾ ആരുമില്ല എന്നുള്ളത് ഒരു ആശ്വാസമാണെങ്കിലും 2 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അവർക്കായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ അപകടം എങ്ങനെയാണ് നടന്നത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ മത്സ്യബന്ധന തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ പറയുന്നതനുസരിച്ച് ഈ വിയറ്റ്നാം കപ്പൽ ഈ ബോട്ടിൽ വന്ന് ഇടിക്കുകയായിരുന്നു. മത്സ്യബന്ധനത്തിന് ശേഷം ഇവർ ഈ ബോട്ടിൽ ഉറങ്ങുകയായിരുന്നു, വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ കപ്പൽ വന്ന് ഈ ബോട്ടിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഈ ബോട്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഏകദേശം 1 കോടിയിലധികം വിലമതിക്കുന്ന ബോട്ടാണ് ഇത്തരത്തിൽ പൂർണ്ണമായും തകർന്നത്. അതിൽ 11 പേരുണ്ടായിരുന്നു. 2 പേരെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, അവരെ കാണാതായിട്ടുണ്ട്. അവർക്കായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. ബാക്കി 9 പേരെയാണ് ഇന്ന് രക്ഷിച്ച് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിൽ ഇന്ന് ഈ വിഴിഞ്ഞം ഹാർബറിൽ എത്തിച്ചിരിക്കുന്നത്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ എല്ലാവരെയും തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലായിരിക്കും ഇത്തരത്തിൽ ഈ അപകടം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. വിഴിഞ്ഞത്തു നിന്നും ക്യാമറമാൻ ജോസിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.